മക്കളെ, ഈ വർഷത്തെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ആശങ്കയാണ് എൻ്റെ സ്കോറിന് ഒരു സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സാണ് കിട്ടുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഈ പ്രാവശ്യത്തെ നീറ്റ് ടഫായിരുന്നു. ഫിസിക്സ് പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ അത് നിങ്ങൾക്ക് മാത്രമല്ല, ബേസിക്കലി ഈ എക്സാം എഴുതി എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇപ്പൊ നിലവില് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. അപ്പൊ ഈ സ്കോറും ഉണ്ട്. അപ്പൊ ഓരോരുത്തരും നമുക്ക് സ്കോർ ഇങ്ങനെ അയക്കാണ്, ഈ സ്കോർ കൊണ്ട് എന്തെങ്കിലും കിട്ടും. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രഡിക്ട് ചെയ്യാൻ ഇപ്പൊ പല പ്രഡിക്ഷനിൽ പറയുന്നുണ്ട്. ഇപ്പൊ 520 സേഫ് സ്കോർ ആവുന്നു എന്ന് പറയുന്നവരുണ്ട്, 540 ആവുമെന്നുണ്ട്. ഇതൊക്കെ ഒരു ഊഹങ്ങളാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന കുട്ടികൾ ഏത് ലെവലിൽ പോകുന്നു എന്നൊക്കെ വെച്ചിട്ട് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ് ഇത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാർക്കുകളിൽ ചെറിയ വേരിയേഷൻസ്, കുറെ ക്വസ്റ്റ്യൻസിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അതിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരാം. ഇതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അതായത് ഞാൻ ചുരുക്കി പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടലിൽ നിൽക്കുന്നതല്ല. ഇതൊരു ഫൈനൽ ആൻസർ കീ വരുന്നത് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാം അല്ലെങ്കിൽ ചർച്ച ചെയ്യാന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് 2 പ്രാവശ്യത്തോളം എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയിൽ ഓഡിയോ ഇട്ടിരുന്നു. എങ്കിൽ കൂടി വീണ്ടും ആ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്ന കുട്ടികൾ മാത്രം ഈ വീഡിയോയുടെ ബാക്കിയിലേക്ക് വരിക. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, എക്സാംസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു സമാധാനത്തിന് ചെയ്യുന്നു എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. ഇനി അടുത്തത് വരാനുള്ളത്, റിസൾട്ടിന് മുമ്പ് ഒരു പ്രൊവിഷണൽ ആൻസർ കീയും ഒരു OMRഉം നിങ്ങളുടെ മെയിലേക്ക് വരും. അല്ലെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻസ് വരും. അത് അവരുടെ അപ്ഡേറ്റ് വരട്ടെ. അതിനുശേഷം ഒരു ഫൈനൽ കീ വരും. അതിനുശേഷമാണ് നിങ്ങളുടെ റാങ്ക് വരിക. ഈ റാങ്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാർക്ക് എത്ര നല്ല മാർക്കാണെങ്കിലും എത്ര മോശം മാർക്കാണെങ്കിലും നമുക്ക് അതിന് മുമ്പ് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. എന്നിട്ട് ആ റാങ്ക് വരുന്നത് വരെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. അപ്പൊ അതുവരെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇനി അപ്പൊ റാങ്ക് വന്നതിന് ശേഷം ഇനിയിപ്പോ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം, ഇപ്പൊ എക്സാം കഴിഞ്ഞു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണിത്. റാങ്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷെ റാങ്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് MCC മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. MBBS BDS ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി, അതുപോലെ BSc നഴ്സിംഗ് ഓൾ ഇന്ത്യ കോട്ട, CE കേരളയിൽ നിങ്ങളുടെ റാങ്ക് ഉപയോഗിച്ച് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. ഇത് കേരളത്തിലെ സ്റ്റേറ്റിലെ MBBS BDS ആയുർവേദ, അതേപോലെ യുനാനി, സിദ്ധ, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് പോലുള്ള ഒരുപാട് കോഴ്സുകളിൽ അത് വരും. അതുപോലെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ട്. ആയുർവേദ, യോഗ, യുനാനി കോഴ്സുകളൊക്കെ ആയിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ട്. വെറ്റിനറി കൗൺസിലിംഗിന്റെ ഓൾ ഇന്ത്യ ഉണ്ട്. അതുപോലെ ജിപ്മറിന്റെ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ വരാനുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഈ നീറ്റ് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ പ്രോസസ്സുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും അതിന്റെ വീഡിയോ തരാം. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. ഇതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോഴാണോ ചെയ്യേണ്ടത്? അല്ല, അവരുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ്. അപ്പൊ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത്രയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്. എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് അവരുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കും. ഓക്കെ, ഇനി ESI കൗൺസിലിംഗ് അല്ലെങ്കിൽ ESIയുടെ കോട്ട ഉള്ള കുട്ടികൾ മാത്രം ഇപ്പൊ അവരുടെ IP സർട്ടിഫിക്കറ്റ് എടുക്കണം. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. അവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അവർക്ക് ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ESIയുടെ IP സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ മാത്രം ഈ സമയത്ത് ആ പ്രോഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ സമയത്ത് ചെയ്യാവുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്ലാൻ തയ്യാറാക്കുക. അതായത് കുട്ടിക്ക് കുറെ പ്ലാൻ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പ്ലാനേ ഉണ്ടാവും. ഇപ്പോ പ്ലാൻ A, അതിപ്പോ ചില കുട്ടികൾക്ക് MBBS ആയിരിക്കാം, എന്നാൽ ചില കുട്ടികൾക്ക് പ്ലാൻ A MBBS ആയിരിക്കില്ല, വെറ്റിനറി ആയിരിക്കാം. അത് ഡിപ്പെൻഡ് ആണ്. അപ്പൊ നിങ്ങളുടെ പ്ലാൻ A എന്താണെന്ന് നോക്കുക. MBBS. അതിൽ തന്നെ MBBS ഗവൺമെന്റ് ആണോ, അല്ലെങ്കിൽ ഗവൺമെന്റ് കിട്ടിയില്ലെങ്കിൽ സെൽഫിക്ക് പോകുന്നുണ്ടോ, ഇനി കേരളത്തിൽ മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ, കേരളത്തിന് വെളിയിലേക്ക് പോകുന്നുണ്ടോ, ഇതൊക്കെ അതിൽ തയ്യാറാക്കണം. പ്ലാൻ A കോഴ്സ് എന്താണ്, MBBS ആണെങ്കിൽ അത് എവിടെയൊക്കെ, എത്ര ഫീസ് വരെ, എങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ഇനി പ്ലാൻ B, ചില കുട്ടികൾക്ക് MBBS ഇല്ലെങ്കിൽ പിന്നെ പ്ലാൻ B റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ ചില കുട്ടികൾക്ക് ഈ ഒറ്റ പ്ലാനേ ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് പ്ലാൻ റിപ്പീറ്റ് ആണ്. ഓക്കെ, അപ്പൊ റിപ്പീറ്റഡ് പ്രോഗ്രാമിന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ആ ഒരു പ്ലാൻ ഒക്കെ തയ്യാറാക്കാം. ഇനി അതല്ല, ചിലർക്ക് പ്ലാൻ B BDS ആവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് BDS ഗവൺമെന്റ് ആണോ, അതിൽ സെൽഫിൽ പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. ചില കുട്ടികൾക്ക് പ്ലാൻ B എന്ന് പറയുന്നത് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ട്രീം ആവാം. JEE ഒക്കെ എഴുതിയ കുട്ടികളാണെങ്കിൽ NIT പോകുന്നതിന് പ്ലാൻ ഉണ്ടാവാം. അപ്പൊ അത് തയ്യാറാക്കാം. ഏത് കോഴ്സാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തയ്യാറാക്കാം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ പ്ലാൻ C വരാം.
പ്ലാൻ സി ചിലപ്പോൾ ചില കുട്ടികൾക്ക് അഗ്രികൾച്ചർ ആയിരിക്കാം. അപ്പൊ അതൊക്കെ അതായത് നിങ്ങളുടെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പ്ലാൻ ഉണ്ടോ അത്രയും പ്ലാൻ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് എന്തിനാ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായെങ്കിൽ മാത്രമാണ് പിന്നീട് അതിന്റെ രജിസ്ട്രേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ പ്ലാനിലുള്ള കോഴ്സ് ആണെങ്കിൽ. മറ്റേത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്ലാനിലൊന്നും ജിപ്മർ നഴ്സിംഗ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ ജിപ്മർ നഴ്സിംഗിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ അന്നേരം ആലോചിക്കും നഴ്സിംഗിന് പോകണോ, നഴ്സിംഗ് നല്ലതാണോ, അത് ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ, ആ സമയത്തെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴും ഒരു പ്ലാൻ തയ്യാറാക്കി വയ്ക്കുക. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും ഇല്ല എങ്കിൽ ഈ പ്ലാൻ ഒരു 2-3 മണിക്കൂർ മെനക്കെട്ടിരുന്ന് നിങ്ങൾക്ക് അതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം. 2, അതേപോലെ ചെയ്യാവുന്ന മറ്റൊന്നാണ് പ്രിപ്പയർ ഫോർ ദ അപ്കമിങ് എക്സാംസ്. ഈ സമയത്ത് ചെയ്യാവുന്ന മറ്റൊരു കാര്യങ്ങളാണ് അപ്കമിങ് എക്സാംസ്. ഇതവിടെ നിൽക്കട്ടെ, ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇനിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നെക്സ്റ്റ് എക്സാം വരാനുണ്ട്, ഐസർ എക്സാം വരാനുണ്ട്, അതേപോലെ നമ്മുടെ കുസാറ്റ് വരാനുണ്ട്, ഇങ്ങനെ കുറെ എക്സാംസ് വരാനുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്ത കുട്ടി അല്ലെങ്കിൽ മെയിൻ ക്ലിയർ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അഡ്വാൻസ്ഡിന്റെ ഇത് വരാനുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സമയത്ത്, അതായത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ESI ഉള്ളവരാണെങ്കിൽ IP സർട്ടിഫിക്കറ്റ്, ബാക്കിയുള്ളവർക്ക് ഒരു പ്ലാൻ തയ്യാറാക്കാം, മറ്റ് എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തയ്യാറാവാം. ഈ കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളതിനെ കുറിച്ച് വിട്ടേക്കുക. റാങ്ക് വരുന്നത് വരെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രാവശ്യം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഓർമ്മിപ്പിച്ചു. വീണ്ടും വീണ്ടും അതേ കാര്യങ്ങളിൽ മെസ്സേജുകൾ വരുന്നു, കോളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമുക്ക് നിലവിൽ എന്ത് സംഭവിച്ചോ അതിൽ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എഡിറ്റ് ചെയ്യാനില്ല. അപ്പൊ ഇനി വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് തയ്യാറായിരിക്കുക, റെഡി ആയിരിക്കുക. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ, പിന്നീട് ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കുക എന്ന പർപ്പസോട് കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന എല്ലാ അപ്ഡേറ്റുകളും ഞാൻ അതിന്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ, കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവരാണെങ്കിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ത്രൂ വാട്സപ്പ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അതിന്റെ റിപ്ലൈ ഞാൻ ആ മുൻഗണനാ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം മെസ്സേജ് അയച്ചവർക്ക് റിപ്ലൈ ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുകളും, മജോറിറ്റി എല്ലാ ഡൗട്ടുകളും കോമൺ ആയി തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഒരാൾ ചോദിച്ചാൽ പോലും അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഗ്രൂപ്പിൽ ഇടും. അപ്പോൾ ഗ്രൂപ്പിലെ മെസ്സേജുകളൊന്നും ശ്രദ്ധിച്ചേക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഓരോ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഓരോ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതും കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.